ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻസ് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു സ്ട്രോബെറി കേക്കാണ്. സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ പുതുതായിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റെസിപ്പീസൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ഡെക്കറേഷൻസ് മാത്രം കാണിക്കുന്നുള്ളൂ, ഈ ഒരു ഫോണ്ടൻ ഡെക്കറേഷൻസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാനിപ്പോൾ ഫസ്റ്റ് ഐസിങ് ഒക്കെ കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു കേക്ക്. ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പിങ്ക് കളറാണ്. ഈ ഒരു പിങ്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളറ് ക്രീമിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് സ്ട്രോബെറി കേക്കാണെന്ന് പറഞ്ഞല്ലോ. 7 ഇഞ്ചിൻ്റെ പാനിൽ 2 പാനിൽ ബേക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇത്ര ഹൈറ്റ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഒരു 1.5 ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടോ. അപ്പോൾ ഇവർക്ക് 1 kg ഒരു കേക്ക്, സ്ട്രോബെറി കേക്കായിരുന്നു വേണ്ടത്. അതിലായിരുന്നു ഈ ഒരു റെയിൻബോ ഡെക്കറേഷൻ കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ തലേ ദിവസമാണ് കേട്ടോ, നമ്മളിപ്പോൾ നാളേക്ക് ഡെലിവറി ചെയ്യാനുള്ള കേക്കാണെങ്കിൽ തലേ ദിവസം നമ്മൾക്ക് ഈ കേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടൻ്റ് ഒക്കെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് കേക്ക് നന്നായിട്ട് തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് നന്നായിട്ട് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എന്നിട്ട് വേണം നമ്മൾ ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. വിസിയോൻ്റെ ഫോണ്ടൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് CMC ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ എടുത്തിട്ടുള്ളത് ടോപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടോപ്പേഴ്സ് റെഡിയാക്കുന്നതിലേക്കൊക്കെ നമ്മൾ കുറച്ച് CMC ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലും കുറച്ചൊന്ന് ഹാർഡായിട്ട് ഇരിക്കുകയുള്ളൂ നമ്മൾ കേക്കിലേക്ക് വെക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ അത് കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മളെ ബേബി ഷാർക്ക് തീമിൻ്റെ കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡെക്കറേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ CMC ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഇതൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിതിപ്പോൾ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമർ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ എല്ലാം ചെയ്തെടുക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു കേക്കൊന്നും ഉണ്ടാക്കി റെഡിയാക്കി നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യാനാണ് കേട്ടോ. നമുക്കൊരു ഫോട്ടോസ് അയച്ചു തരുമ്പോൾ നമ്മളത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത് ക്ലൗഡിൻ്റെ കട്ടറാണ് കേട്ടോ. അപ്പോൾ ആ കേക്കിൻ്റെ ടോപ്പിൽ വെക്കാനായിട്ടുള്ളത് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കട്ടർ ഉണ്ടെങ്കിൽ ഈസിയാണ്. മറ്റേത് നമ്മൾ പിന്നെ വരച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കണവർക്ക് അങ്ങനെയും പറ്റും. അപ്പോൾ ഇത് ഒരു 5 ഷേപ്പിലുണ്ട് കേട്ടോ ഈ ഒരു ക്ലൗഡ്. അപ്പോൾ ഞാനിതിൻ്റെ 2 ഷേപ്പ് എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് നെയിമൊക്കെ എഴുതി കൊടുക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യട്ടെ. നല്ല ഭംഗിയുള്ള ഒരു കട്ടർ തന്നെയാണ് ക്ലൗഡിൻ്റെത്. ഇപ്പോൾ കണ്ടില്ലേ, ക്ലൗഡിൻ്റെ ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള കുറച്ചുണ്ട്. അത് നമുക്കിതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് വെച്ചെടുക്കാം. മറ്റേത് സ്റ്റിക്ക് ചെയ്യാതെ വെക്കുന്നത് നമുക്ക് ടൂത്ത് പിക്കൊന്നും വെക്കണ്ട. അതുപോലെ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഒരുമിച്ചിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ നടുവിലൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കട്ടിയായിരിക്കും. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്യാതെ നമുക്ക് കേക്കിൻ്റെ 2 ഭാഗത്തായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ആ റെയിൻബോ വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഓരോ ഇതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 6 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കേക്ക് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ തോന്നി ഇത്രയും കളേഴ്സ് വേണ്ടിയിരുന്നില്ല. ഒരു 4-5 എണ്ണമാകുമ്പോൾ അതിന് കറക്റ്റായിട്ട് ഇരുന്നേനെ എന്നുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് പരത്തിയിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി ഒന്ന് ആ ഒരു ഷേപ്പിൽ അങ്ങ് വെച്ചാൽ മതി.
അപ്പോൾ ഇതിനൊക്കെ ടൂൾസ് വാങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും നമുക്ക് ടൂൾസ് ഒന്നും വാങ്ങാനായിട്ട് പറ്റില്ലല്ലോ. കാരണം ഈ ഒരു കേക്കൊക്കെ അപൂർവമായിട്ടാവും നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ഓർഡർ കിട്ടി പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടൊക്കെ ആവും ഇങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ടൂൾസ് ഒന്നും വാങ്ങി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറച്ചധികം ടൈം നമ്മളിത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാതും ഇങ്ങനെ ഒന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവുന്നുണ്ടാവും. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കാനാണ്. അപ്പോൾ എല്ലാതും ഒരേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എല്ലാതും വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാതും റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് എല്ലാതും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കേക്കിൽ അളവൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അളവൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കേക്കിൽ വെക്കുമ്പോൾ ഇത് എങ്ങനെ വരും എന്നൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അളവൊന്നും നോക്കാത്ത കാരണം ആ ഒരു വിഡ്ഢിത്തരം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇത് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാതും കൂടി ഒരു സെയിം അളവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, നമ്മൾ താഴെ നിൽക്കാനുള്ള പോർഷന്. അപ്പോൾ എൻ്റേത് ഇത് അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. ഞാൻ പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് താഴ്ഭാഗം. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഗ്ലൂ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഗ്ലൂ വാങ്ങേണ്ടവർക്ക് അങ്ങനെ എഡിബിൾ ഗ്ലൂ ഉണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഇതേപോലെ ഓരോ പോർഷനിലും ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിങ്ങനെ അടർന്ന് വരും. അപ്പോൾ അല്ലെങ്കിൽ കേക്കിൽ വെക്കുമ്പോൾ പിന്നെ സ്റ്റിക്കി ആയിട്ട് നിൽക്കില്ല. അപ്പോൾ ഇതുപോലെ ഫുള്ള് സൈഡിലൊക്കെ നമ്മൾ ആ ചോക്ലേറ്റ് ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണ്. കേക്കിൻ്റെ ബ്രഷ് തന്നെയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതും നമുക്ക് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം കേട്ടോ. നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഇതെടുത്ത് വെക്കാം. നമ്മൾ പിറ്റേ ദിവസം കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഇത് കേക്കിലേക്ക് വെക്കാറ്. അപ്പോൾ നമ്മൾ ചോദിച്ച് വെക്കണം നിങ്ങൾ എപ്പോഴാണ് ഇത് വാങ്ങാനായിട്ട് വരുന്ന ആ ഒരു ടൈം എന്നുള്ളത്. ആ ഒരു ടൈമിൽ നമ്മൾ ഇതെടുത്ത് വെച്ചാൽ മതി. പിന്നെ ഈ ഒലിച്ചു പോണ പ്രശ്നം അല്ലെങ്കിൽ അത് വിട്ടുപോയി, കേക്കിൽ നിന്ന് വിട്ടുപോയി തെന്നിപ്പോയി എന്നുള്ള പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. ഫോണ്ടൻ്റ് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ഒരു ഡെലിവറി ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഇപ്പോൾ തലേ ദിവസം സെറ്റ് ആയതിരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മൾ റെയിൻബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മേഘത്തിന് ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചിരുന്നില്ലേ, അതിന്മേൽ ഒരു കണ്ണൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണ് അതുപോലെ നമുക്കൊരു റിബൺ വെക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കൺപീലി വരക്കുന്നത് നമ്മൾ എഡിബിൾ മാർക്കർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ബ്ലാക്ക് നമ്മൾ നെയിമൊക്കെ എഴുതാൻ എടുക്കുമല്ലോ ഫോണ്ടൻറ്റിൽ കേക്കിൽ നെയിം എഴുതാനായിട്ട്, ആ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള പീലി വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലൊരു ചെറിയ ചുവപ്പ് റിബൺ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മോൾഡ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു ഞാൻ ഷോപ്പിൽ ചോദിച്ച ടൈമിൽ. അപ്പോൾ എനിക്കത് എൻ്റെ മോള് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോള് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഇതിന് ഒരു വായ വെച്ചിട്ടുള്ളത് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കണം. അത് ഇതിൽ കാണുന്നില്ല, നിങ്ങൾക്ക് കാണുന്നില്ല, വീഡിയോയിൽ മനസ്സിലാവുന്നില്ല കേട്ടോ. കത്തി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റിബണ് നമുക്ക് ഇതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വൈറ്റ് ചോക്ലേറ്റ് ഇതാക്കിയ പോലെ തന്നെ ഈ ഒരു കുഞ്ഞു റിബൺ കൈ വെച്ചിട്ട് എൻ്റെ മോൾ ഉണ്ടാക്കി തന്നത്. അത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി വെറുതെ ആ ഒരു മോൾഡ് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു സൈഡിലായിട്ട് ആ റിബൺ അങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള മേഘം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നല്ല സെറ്റായിട്ടുള്ള കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ ഒരു അരമണിക്കൂർ മുന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്കെല്ലാം എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ മേഘമൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് അത് നമ്മളെ കേക്കിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെയൊക്കെ ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ടൂൾസ് ഒന്നും ഇല്ലയെന്ന് കരുതി ഇതുപോലെ ഉണ്ടാക്കാതിരിക്കേണ്ട. നമുക്ക് കൈ വെച്ചിട്ടും ഇതുപോലെയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ മേഘത്തിൻ്റെ റെയിൻബോ ഉണ്ടല്ലോ, റെയിൻബോ നമുക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു റെയിൻബോ കണ്ടല്ലോ കേക്കിൻ്റെ സെയിം ആ ഒരു ഹൈറ്റിൽ തന്നെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അളവ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഒന്ന് അളവ് നോക്കുക. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു 1.5 kg നല്ല ഹൈറ്റുള്ള കേക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായേനെ. കേക്ക് കുറച്ചും കൂടി മുകളിലോട്ട് വരുമ്പം ആ ഒരു മേഘം അവിടെ കാണാനായിട്ട് നന്നായി ഭംഗിയായേനെ. ഇനി നമ്മൾ 2 മേഘത്തിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ക്ലൗഡ് അങ്ങനെ വെച്ച് കൊടുക്കാം. അതൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെക്കണം തന്നെ ഇല്ല കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കും. ഇനി നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഹാർഡ് ഷേപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഫോണ്ടൻറ്റിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റൊക്കെ ഫോണ്ടൻറ്റിൽ ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് ഇതുപോലെ നമുക്ക് സ്പ്രിംഗ്ലസ് ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണോ പേര് എഴുതേണ്ടത് അതുപോലെ ഒന്ന് പേരെഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ. ഇതിൽ വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം വീഡിയോ കാണാൻ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ, പുതുതായിട്ടുള്ള വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.